ഈ കാണുന്ന കാർഡ്ബോർഡ് പീസ് കൊണ്ട് നമുക്കൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയെന്നല്ലേ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. അതിനായിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ബോക്സ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് 3 വേണം. 2 അല്ലെങ്കിൽ 2 എടുത്താലും മതി. ഇങ്ങനെ ഒരു 3 എടുത്തിട്ട് ഇത് നമുക്ക് കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ അല്ല, നമ്മുടെ കളർ പേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ A4 ഷീറ്റ് ഉണ്ടാവും, അതൊന്ന് പെയിൻറ്റ് ഒട്ടിച്ച് കൊടുത്താലും മതി. കളർ പേപ്പർ ഇല്ലാത്ത ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിൽ ഉള്ളിലും കൂടി ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അതിൽ കാണിക്കുന്നില്ല. അതിനുശേഷം ഈ 3 കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിനൊരു ബേസ് വേണമല്ലോ. താഴെ ഒരു ബേസ് വെക്കാനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. സെയിം കളറിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് 3 കൂടി അതിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ബേസിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പ്ലെയിൻ ആയിട്ട് ഇടാന്ന് വിചാരിക്കുന്നത്, ഡെക്കറേറ്റ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ജൂട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചുറ്റി കൊടുക്കാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, പ്ലെയിൻ ആയിട്ട് വിടുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേ ആരും വന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗിവ് അവേയിൽ അത്ര റൂൾസ് ഒന്നുമില്ല. ഒന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്തായാലും ചെയ്യണം, കാരണം കമൻറ്റ് ചെയ്താൽ മാത്രമാണ് കമൻറ്റ് പിക്കർ വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. കമൻറ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഹേർട്ടോ എന്താണെങ്കിലും അയച്ചോളൂ. എന്നെ പൊക്കി പറയാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇത്ര മാത്രമേ റൂളുള്ളൂ. നമ്മൾ സബ്സ്ക്രൈബ് ആൾക്കാർ കയ്യിലൊക്കെ നമ്മൾ കൊടുക്കുക. അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ നമുക്ക് തോന്നില്ലല്ലോ അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ. വേറെ പണിയൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഒരു ഹേർട്ടായാലും മതി, എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കമൻറ്റ് ഇടാൻ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പണ്ട് എനിക്കും പേടിയുണ്ടായിരുന്നു, കമൻറ്റ് ഇടാൻ എനിക്ക് പേടിയായിരുന്നു. ഇപ്പോഴാണ് ഞാനും കമൻറ്റൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാലോ, ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കമൻറ്റ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.